ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ ഗുരുവായൂർക്കൊന്ന് പോവുകയാണ്. രാവിലെ തന്നെ ഇറങ്ങി, പക്ഷേ ട്രെയിൻ 1 മണിക്കൂർ വൈകിയിരുന്നു. ചെറിയ ആൾക്ക് രാവിലെ എണീറ്റിന് ക്ഷീണമുണ്ട്. കയറിയ പാടെ ആൾ ബർത്തിൽ സ്ഥലം പിടിച്ച് ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. മോളൊക്കെ എല്ലാം സന്തോഷിച്ചിരിക്കുന്നതാണ് ട്രെയിനിൽ പോകാനായിട്ട്. കാരണം കുഞ്ഞിലെ പോകുന്ന ട്രെയിനിൽ, അധികം ട്രെയിനിൽ പോകാറില്ല ഞങ്ങൾ. അത് കാരണം ട്രെയിനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുക. നല്ല സന്തോഷമാണ് ട്രെയിനിൽ പോകാനായിട്ടൊക്കെ. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാമല്ലോ അവർക്ക്. നിൽക്കണമെങ്കിൽ നിൽക്കാൻ, നടക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടു. നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് കാണുന്നത്. അവരെ സോളാർ പാനലൊക്കെ നിറച്ച് വെച്ചാൽ പാടത്തിൽ കാണാം നമുക്ക് ശരിക്കും. പിന്നെ കുറേ കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു അങ്ങനെ ഇരുന്നിരുന്നു. 2 മണിക്കൂർ എടുത്ത് ഞങ്ങൾ ട്രെയിനിൽ എത്താനായിട്ട്. എന്നാലും അധികം സ്പീഡിൽ തന്നെ ട്രെയിൻ പോയത്, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിന്. പിന്നെ എളുപ്പത്തെയും ചെയ്തു. ഈ കാണുന്ന കപ്പത്തോട്ടമൊക്കെ ഉണ്ടോ, വാഴത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഒത്തിരി ഉണ്ടായിരുന്നു, കൃഷികളൊക്കെ കാണാനുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല കാഴ്ചകളായിരുന്നു അത് കാണാനായിട്ട്. ഒരു തിരക്കില്ലാത്ത കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റി ട്രെയിനിൽ. ഞങ്ങളന്ന് ഒരു 8 മണിയായപ്പോൾ എത്തി അമ്പലത്തിൽ. 6 മണിക്ക് 2 മണിക്കൂർ കൊണ്ട് എത്തി ഞങ്ങൾ. പിന്നെ അമ്പലത്തിൽ അന്ന് മൊബൈൽ ഫോണും നമുക്ക് അകത്തേക്കൊന്നും കയറ്റില്ലായിരുന്നു. അപ്പോൾ അവിടെ താഴത്തൊരു ക്ലോക്ക് റൂം ഉണ്ട്. അതെല്ലാം ബാഗും മൊബൈലും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കയറാനായിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തൊഴുതെല്ലാം കഴിഞ്ഞു. പുറത്തിറങ്ങിയ ശേഷം ക്ലോക്ക് റൂമിൽ നിന്ന് ഫോണൊക്കെ എടുത്തതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുത്തത്. കുറച്ച് അമ്പലത്തിൻ്റെ ചുറ്റും കടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുട്ടികളുടെ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതെല്ലാം നടന്നു. ഒത്തിരി പേരുടെ ഇരിക്കുന്ന പ്രായമാരൊക്കെ അത്യാവശ്യം അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവിടുത്തെ സ്പേസ് ഉള്ളവർ ഇരിക്കാനൊക്കെ ആൾക്കാർക്ക് കുഴപ്പമില്ല, ക്ഷീണമൊന്നും ഉണ്ടാവില്ല നമുക്ക്. നല്ല യാത്രയാണ് ഗുരുവായൂർക്ക്. ഏതായാലും ഇത് അമ്പലക്കുളമാണ് അവിടുത്തെ കാണുന്നത്. നല്ല സ്റ്റെപ്പിലൊക്കെ നല്ല ഇരിക്കലുണ്ട് അവിടെ. പിന്നെ പിള്ളേരെ വെള്ളത്തിലൊന്നും ഇറക്കിയില്ല. കാരണം ഇരിക്കലൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെള്ളത്തിലേക്കൊന്നും ഇറക്കാണ്ട് നിർത്തിയേച്ച് ഞാൻ അവിടെ. ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹമായിട്ട് നിന്നേച്ചത്. അതിൻ്റെ ഒരു വിഷമമുണ്ട് മുഖത്ത്. പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെയുള്ള ഗുരുവായൂരിൻ്റെ ദേവസ്വത്തിൻ്റെ പുനത്തൂർ കോട്ടയിലേക്ക് പോയി. ആനത്താവളമാണ് കാണുന്നത്. പഴയ ഇല്ലമൊക്കെ അവിടെ കാണാം. ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിലുള്ള നല്ല ചൂടുള്ള സമയമായിരുന്നു തൃശ്ശൂർ. പക്ഷേ അതിനുള്ളിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ചൂടൊന്നും തോന്നിയില്ല അധികം. കാരണം വെച്ചാൽ നല്ല മരങ്ങളും വലിയ മരങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അവിടെ. കാരണം ആ ചൂട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ തന്നെ കുറേ ആൾക്കാരുടെ ആനകളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഗുരുവായൂർ വരുന്നവർ മിക്കവരും ഇവിടെ കൂടെ കയറിയിട്ടേ പോവുള്ളൂ. കാരണം ഗുരുവായൂരിൽ അധികം ദൂരമില്ല. നമുക്കൊരു ഓട്ടോയ്ക്ക് അവിടെ നിന്നൊരു 50 രൂപ കൊടുത്താൽ ഓട്ടോയ്ക്ക് നമുക്കിവിടെ എത്താവുന്നുള്ളൂ. ഒരു 3 കിലോമീറ്ററിൻ്റെ അത്രയും ദൂരമേ ഉള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ കണ്ടു. ആനകളൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാം ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആനയൊക്കെ നല്ല സുഖമായിട്ട് അവർക്ക് നന്നായിട്ട് നോക്കുന്നുണ്ട്. അവർക്ക് നന്നായിട്ടൊക്കെ. ആനകൾക്കൊന്നും കരുത്തത് മാലയൊന്നും ഇല്ല. അവർ മാലകളൊക്കെ എന്തെങ്കിലും ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇടാറുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു 1:30 ട്രെയിനിന് ഞങ്ങൾ പോന്നു. അവിടെ ഗുരുവായൂർ തന്നെ എടുക്കുന്ന ട്രെയിനാണ് 1:30. 1 ട്രെയിനിൽ കയറി ഞങ്ങൾ എത്തി. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.